Hi all, welcome to Safia Future Academy Board Booster Series. നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യുന്ന ചാപ്റ്റർ വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്ന ചാപ്റ്റർ ആണ്. നമ്മൾ +2 സ്റ്റാൻഡേർഡിൽ നമ്മൾ തുടക്കം തൊട്ട് പഠിക്കുന്ന ചാപ്റ്റർ ആണല്ലോ മാട്രിസസ്, ഡിറ്റർമിനൻസ് ഒക്കെ. വളരെ ഈസി ആയിട്ടുള്ള കോൺസെപ്റ്റുകളാണ്, ഫുൾ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്ന ചാപ്റ്റേഴ്സുകളാണ് അല്ലേ മാട്രിക്സും ഡിറ്റർമിനൻസും ഒക്കെ. അപ്പം അതേപോലെ തന്നെ ഫുൾ മാർക്ക് ഗ്യാരണ്ടീഡ് ഉള്ള ഒരു ചാപ്റ്റർ ആണ് വെക്ടർ ആൾജിബ്ര എന്ന് പറയുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള കോൺസെപ്റ്റ്സുകളാണ്, അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല പ്രോബ്ലംസുകളൊന്നും സോൾവ് ചെയ്യാനായിട്ട്. ഫുൾ മാർക്ക് നമുക്ക് എന്ത് ചെയ്യാം, ഈ ചാപ്റ്ററിൽ നിന്ന് ഗ്യാരണ്ടീഡ് ആവണം. ഓക്കെ, അപ്പൊ നമുക്ക് തിയറി കോൺസെപ്റ്റ്സിലേക്ക് കടന്നാലോ. തിയറി കോൺസെപ്റ്റ്സ് നമുക്ക് കുറച്ച് ഡിസ്കസ് ചെയ്തതിന് ശേഷം അത് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം, ഡിസ്കസ് ചെയ്യാം. ഓക്കെ, നമ്മൾ 11th സ്റ്റാൻഡേർഡിലെ ഫിസിക്സിൽ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് അല്ലെ ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത് അല്ലെ. 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റി ഉണ്ട്. ഏതൊക്കെയാ 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റി എന്ന് പറയുന്നത്? ഏതൊക്കെയായിരുന്നു 2 ടൈപ്പ് ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകൾ? സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഓക്കെ, സ്കെയിലാർ ക്വാണ്ടിറ്റീസ് ഉണ്ട്, വെക്റ്റർ ക്വാണ്ടിറ്റീസ് ഉണ്ട്. ഇനി എന്താണ് ഇത് തമ്മിലെ ഡിഫറൻസ്? ഈ സ്കെയിലാർ ക്വാണ്ടിറ്റീസും വെക്റ്റർ ക്വാണ്ടിറ്റീസുകളും തമ്മിലെ ഡിഫറൻസ് എന്താ? സ്കെയിലാർ ക്വാണ്ടിറ്റീസുകൾക്ക് മാഗ്നിറ്റ്യൂഡ് മാത്രമാണ് ഉണ്ടായിരിക്കുക, പക്ഷെ വെക്റ്റർ ക്വാണ്ടിറ്റീസുകൾക്ക് എന്താണ്? ബോത്ത് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ അല്ലെ. മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉള്ള ഫിസിക്കൽ ക്വാണ്ടിറ്റീസുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക? വെക്റ്റർ ക്വാണ്ടിറ്റീസ് എന്ന് വിളിക്കുക. ഇപ്പോൾ സ്കെയിലാർ എന്ന എക്സാമ്പിൾസുകളൊക്കെ നിങ്ങൾ ഫിസിക്സിൽ പഠിച്ചിട്ടായിരിക്കും. ഇപ്പോൾ വെയിറ്റ് 10 കിലോഗ്രാം 20 കിലോഗ്രാം എന്നൊക്കെ പറയുന്നത് എന്താണ്? അതിന് മാഗ്നിറ്റ്യൂഡ് മാത്രമേ ഉള്ളൂ അല്ലെ. പർട്ടിക്കുലർ ഡയറക്ഷനും നമ്മൾ പറയില്ലല്ലോ, ഉണ്ടോ? ഇല്ല. അപ്പൊ 10 കിലോഗ്രാം 20 കിലോഗ്രാം എന്നൊക്കെ പറയുന്നത് എന്താണ്? സ്കെയിലാർ ക്വാണ്ടിറ്റീസിന്റെ എക്സാമ്പിൾസുകളാണ്. പക്ഷേ ഞാൻ ഒരു എക്സാമ്പിൾ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ നോക്കിയേ, ഒരാൾ അല്ലെ, എ മാൻ പുഷിങ് എ ബോക്സ്, ഒരു ബോക്സ് പുഷിങ് ചെയ്യാണ്, ഒരു ഫോഴ്സ് ഉപയോഗിച്ചുകൊണ്ട് പുഷ് ചെയ്യാണ്. അപ്പൊ ആ ഫോഴ്സിന് എന്തുണ്ടായിരിക്കും? ഒരു യൂണിറ്റ് ഉണ്ട്, ന്യൂട്ടൺ എന്ന് പറയുന്ന യൂണിറ്റ് നിങ്ങൾ പഠിച്ചിട്ടുണ്ട് അല്ലെ. അപ്പൊ സപ്പോസ് ഒരു 10 ന്യൂട്ടൺ ഫോഴ്സ് ആണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, അപ്ലൈ ചെയ്യുന്നതെന്ന് വിചാരിക്കുക. അത് അപ്ലൈ ചെയ്യുന്നത് ഒരു ഡയറക്ഷനിലൂടെ അപ്ലൈ ചെയ്യണം. എവിടെന്നാ? ലെഫ്റ്റിൽ നിന്ന് റൈറ്റിലോട്ടുള്ള ഒരു ഡയറക്ഷനിലാണ് അയാൾ അപ്ലൈ ചെയ്യുന്ന ഫോഴ്സ്. അപ്പൊ അതിന് എന്തുണ്ട്? ഫോഴ്സിന്റെ പ്രത്യേകത എന്താ? ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ട് 10 ന്യൂട്ടൺ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഒരു ഡയറക്ഷനും ഉണ്ട്, ലെഫ്റ്റ് ടു റൈറ്റ് ആണ് നമ്മൾ എന്ത് ചെയ്യുക, ഫോഴ്സ് കൂടി അപ്ലൈ ചെയ്യുന്നത് അല്ലെ. അപ്പൊ നമുക്ക് പറയാം ഈ ഫോഴ്സ് ഈസ് എൻ എക്സാമ്പിൾ ഫോർ വെക്റ്റർ ക്വാണ്ടിറ്റി. ഇറ്റ് ഈസ് ബിക്കോസ് ഓഫ് അതിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡും ഉണ്ട്, ഡയറക്ഷനും ഉണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയേ ഉള്ളൂ. ഫിസിക്കൽ ക്വാണ്ടിറ്റീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 ടൈപ്പാണ്, സ്കെയിലാറും വെക്ടറും. സ്കെയിലാർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡ് മാത്രം ഉണ്ടായിരിക്കും, വെക്റ്റർ ക്വാണ്ടിറ്റീസിന് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷനും ഉണ്ടായിരിക്കും. ഇതൊക്കെ ഇതിന്റെ ഒരു ഇൻട്രൊഡക്ഷൻ ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങളാണ് കേട്ടോ. അത് കഴിഞ്ഞതിന് ശേഷം അടുത്ത നമ്മൾ തിയറി കോൺസെപ്റ്റ്സിലോട്ട് നമ്മൾ കിടക്കുകയാണ്. ഡീറ്റെയിൽ ആയിട്ട് വെക്റ്റർ ക്വാണ്ടിറ്റീസ് നമ്മൾ എന്താണെന്ന് പഠിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ, വെക്റ്റർ എന്താണെന്ന് നമ്മൾ പഠിക്കാൻ പോവാണ്. അതിന്റെ പ്രോപ്പർട്ടീസുകളും അതുമായി ബന്ധപ്പെട്ട ക്വസ്റ്റ്യൻസുകളാണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഓക്കെ, എന്താണ് വെക്റ്റർ? നമ്മൾ ഓൾറെഡി ഡിസ്കസ് ചെയ്താണ്. എ ക്വാണ്ടിറ്റി ദാറ്റ് ഹാസ് മാഗ്നിറ്റ്യൂഡ് ആസ് വെൽ ആസ് ഡയറക്ഷൻ ഈസ് കോൾഡ് എ വെക്റ്റർ. വെക്റ്ററിന് എന്തുണ്ട്? മാഗ്നിറ്റ്യൂഡ് ഉണ്ട്, ഡയറക്ഷൻ ഉണ്ട് അല്ലെ. അപ്പൊ ഞാനിവിടെ നോക്കി, ഒരു 3 ഡയമെൻഷണൽ സ്പേസ് ആണ് കേട്ടോ. ഒരു 3 ഡയമെൻഷണൽ സ്പേസിൽ ഒരു ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ഓക്കെ, ഒരു ലൈൻ കൺസിഡർ ചെയ്തിട്ടുണ്ട്. ആ ലൈനിന്റെ ഒരു ഡയറക്ഷൻ ഞാനിവിടെ കാണിച്ചിട്ടുണ്ട്. എൽ എന്ന് പറയുന്ന ഒരു ലൈനാണ്, അതിന്റെ ഡയറക്ഷൻ കാണിച്ചിട്ടുണ്ട്. അത് മുകളിലോട്ടാണ് ഡയറക്ഷൻ കാണിച്ചിരിക്കുന്നത് അല്ലെ. അതേപോലെ തന്നെ ഇവിടെ എൽ എന്ന് പറയുന്ന ലൈൻ ഉണ്ട്, അതിന്റെ ഡയറക്ഷൻ അടിയിലോട്ടായിട്ട് കാണിച്ചിട്ടുണ്ട്. അപ്പൊ ഇതൊരു ഡയറക്റ്റഡ് ലൈൻസ് ആണെന്ന് പറയാം അല്ലെ. എന്തുകൊണ്ടാണ്? അതിന്റെ പർട്ടിക്കുലർ നമ്മൾ ആരോ ഹെഡ് ഉപയോഗിച്ചുകൊണ്ടാണ് ഡയറക്ഷൻസ് നമ്മൾ യൂഷ്വലി നമ്മൾ എന്ത് ചെയ്യണ്ടായിരിക്കുക, റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, അപ്പൊ ഇത് മുകളിലോട്ടുള്ള ഡയറക്ഷനിലുള്ള ഡയറക്റ്റഡ് ലൈൻ ആണ്, ഇത് അടിയിലോട്ടാണ് ഡയറക്ഷൻ. അപ്പൊ ഇതും എന്താണ്? ഒരു ഡയറക്റ്റഡ് ലൈൻ ആണ്. പക്ഷെ ഞാൻ എന്ത് ചെയ്യുന്നു, ഈ ഡയറക്റ്റഡ് ലൈനിനെ ഞാൻ റെസ്ട്രിക്ട് ചെയ്യാണ്. ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തു പോകുന്ന ഡയറക്റ്റഡ് ലൈൻ ഞാൻ എന്ത് ചെയ്തു, എ എന്ന് പറയുന്ന പോയിന്റിനും ബി എന്ന് പറയുന്ന പോയിന്റിനും ഞാൻ എന്ത് ചെയ്തു, റെസ്ട്രിക്ട് ചെയ്തു. അപ്പൊ എന്നിട്ട് എന്ത് ചെയ്തു, എ തൊട്ട് ബി വരെയുള്ള പോയിന്റ്, ആ ഡയറക്റ്റഡ് ലൈനിന്റെ ഡയറക്ഷൻ ഇങ്ങനെ ഞാൻ മാർക്ക് ചെയ്തിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണ് നോക്കി നോക്കൂ, എ തൊട്ട് ബി വരെ നമ്മൾ എന്ത് ചെയ്തു, ആ ഡയറക്റ്റഡ് ലൈനെ റെസ്ട്രിക്ട് ചെയ്തു. മീൻസ് ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് എന്ന് വിളിക്കാം അല്ലെ. ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റ് ആണ്. അത് എങ്ങോട്ട് ഡയറക്ഷൻ? എ തൊട്ട് ബി വരെയാണ് ഡയറക്ഷൻ പോകുന്നുണ്ടായിരിക്കുക. ആൻഡ് എ തൊട്ട് ബി വരെ എന്തുണ്ടായിരിക്കും? അതിനൊരു ലെങ്ത് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ ഒരു മാഗ്നിറ്റ്യൂഡ് ഉണ്ടെന്ന് നമുക്ക് വ്യക്തമായിട്ട് പറയാനായിട്ട് സാധിക്കും. സോ എ തൊട്ട് ബി വരെയുള്ള വെക്ടറിനെ എ ബി വെക്ടർ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം, അല്ലെങ്കിൽ സിംപ്ലി ഇപ്പൊ നമ്മൾ എ വെക്ടർ എന്ന് നമുക്ക് ഡിനോട്ട് ചെയ്യാം.
ഓക്കെ, അപ്പൊ ഇതെന്താണ്? ഒരു വെക്റ്റർ ആണ് അല്ലെ. കാരണം എന്തുണ്ട്? എ തൊട്ട് ബി വരെയുള്ള ഡിസ്റ്റൻസ് എന്ന് പറയുന്നതിനെ സംബന്ധിച്ച് മാഗ്നിറ്റ്യൂഡാ. അതേപോലെ എന്തുണ്ട്? ഒരു ഡയറക്ഷൻ ഞാൻ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. അപ്പൊ ഈ ഡയറക്റ്റഡ് ലൈൻ സെഗ്മെന്റിനെ നമുക്ക് എന്ത് വിളിക്കാം? വെക്റ്റർ എന്ന് വിളിക്കാം. ഇവിടെ എ തൊട്ട് ബി വരെയുള്ള പോയിന്റ് ആയ കാരണം കൊണ്ടാണ് എ ബി വെക്റ്റർ എന്ന് ഞാൻ ഡിനോട്ട് ചെയ്തിരിക്കുന്നത്. അല്ലെങ്കിൽ സിംപ്ലി എ വെക്റ്റർ എന്ന് ഡിനോട്ട് ചെയ്യാം. ഓക്കെ, ദെൻ ഈ എ ബി വെക്ടറിനെ റെപ്രസെന്റ് ചെയ്ത് ഞാൻ കുറച്ച് കാര്യങ്ങൾ പറയാണ് കേട്ടോ. എ എന്ന് പറയുന്ന പോയിന്റിൽ നിന്ന് ബി എന്ന് പറഞ്ഞ പോയിന്റിലോട്ടാണ് ഡയറക്ഷൻ ചെയ്യുന്നത് അല്ലെ, ഡയറക്റ്റ് ചെയ്ത് പോകുന്നുണ്ടായിരിക്കാം. സോ എ എന്ന് പറയുന്നത് എന്താണ്? ഒരു ഇനീഷ്യൽ പോയിന്റ് ആണ്. അപ്പൊ സിംപ്ലി ഞാൻ ഇങ്ങനെ വരയ്ക്കുകയാണ് കേട്ടോ. എ തൊട്ട് ബി വരെയുള്ള വെക്റ്റർ ആണ്. അപ്പൊ എ നമുക്ക് എന്ത് വിളിക്കാം? ഇനീഷ്യൽ പോയിന്റ് എന്ന് വിളിക്കാം. ബിനെ നമ്മൾ വിളിക്കുന്ന പേര് ടെർമിനൽ പോയിന്റ് എന്നാണ് വിളിക്കുക. എനെ നമ്മൾ എന്താ വിളിക്കുക? ഇനീഷ്യൽ പോയിന്റ്. ബി എന്താണ്? ടെർമിനൽ പോയിന്റ്. ആൻഡ് ദ ഡിസ്റ്റൻസ് ബിറ്റ്വീൻ ദിസ് ഇനീഷ്യൽ ആൻഡ് ദ ടെർമിനൽ പോയിന്റ് ഈസ് കോൾഡ് ദ മാഗ്നിറ്റ്യൂഡ്. എ തൊട്ട് ബി വരെയുള്ള ലെങ്തിനെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ എന്ന് വിളിക്കുക. അതിനെയാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് ലെങ്ത് ഓഫ് ദ വെക്റ്റർ അല്ലെ. അതാണ് എന്ത്? മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്റ്റർ എന്ന് പറയുന്നുണ്ടായിരിക്കുക. ഓക്കെ, ദെൻ അങ്ങനെയാണെങ്കിൽ എ ബി എന്ന് പറയുന്ന വെക്റ്ററിനെ ഞാൻ പറഞ്ഞു ഇങ്ങനെ റെപ്രസെന്റ് ചെയ്യുന്നു പറഞ്ഞു അല്ലെ. അതിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഓക്കെ, എ ബി വെക്റ്ററിന്റെ മാഗ്നിറ്റ്യൂഡിനെ റെപ്രസെന്റ് ചെയ്യുന്നത് ഈ രീതിയിലാണ്. ഇത് എ ബി വെക്റ്റർ എന്ന് വായിക്കും നമ്മൾ. ഇത് നമ്മൾ വായിക്കുന്നത് എന്താ? മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ബി വെക്റ്റർ. ഇനി എ ആണ് നമ്മൾ വെക്റ്റർ എടുക്കുന്നതെങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്തായിരിക്കും? ദേ മാഗ്നിറ്റ്യൂഡ് ഓഫ് വെക്റ്റർ എന്നായിരിക്കും നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഈ മാഗ്നിറ്റ്യൂഡ് ഒരിക്കലും നെഗറ്റീവ് ഒന്നും ആവില്ല അല്ലെ, ലെങ്ത് ഒരിക്കലും. അപ്പൊ നമുക്ക് മാഗ്നിറ്റ്യൂഡ് ഓഫ് എ ലെസ് ദാൻ 0 എന്ന് പറയുന്നത് എന്തില്ല? ഹാസ് നോ മീനിങ്. ഓക്കെ, ഈ കോൺസെപ്റ്റ്സ് നിങ്ങൾക്ക് ക്ലിയർ ആയെന്ന് വിചാരിക്കണം. ഇനി നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം കേട്ടോ. നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്ന ടോപ്പിക്കാണ്. ജസ്റ്റ് ഒരു കാര്യം മാത്രമേ ഞാൻ ഇവിടെ പറയുന്നുള്ളൂ. അതിനുശേഷം പ്രോബ്ലം ചെയ്യുമ്പോൾ നമുക്ക് എന്ത് ചെയ്യാം? ഇത് ഡീറ്റെയിൽ ആയിട്ട് നമുക്കത് ഡിസ്കസ് ചെയ്യാം കേട്ടോ. യൂണിറ്റ് വെക്ടേഴ്സ് ഒക്കെ നമുക്ക് പറയാനുണ്ട്. അപ്പൊ നമുക്ക് കുറച്ചുകൂടി ഡീറ്റെയിൽ ഡിസ്കസ് ചെയ്യാം. അപ്പൊ പൊസിഷൻ വെക്റ്റർ എന്ന് പറഞ്ഞാൽ ഇത്ര മാത്രമേ ഉള്ളൂ. ഒരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം ഞാൻ കൺസിഡർ ചെയ്യാണ്. ഇവിടെ നോക്കിക്കോളൂ. ഇത് ഒറിജിൻ ആണ് അല്ലെ. ഓ ഞാൻ റെപ്രസെന്റ് ചെയ്തു ഒറിജിൻ. ഇതിന് ഞാൻ എക്സ് ആക്സിസ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇതിന് ഞാൻ വൈ ആക്സിസ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ഇതിന് സെഡ് ആക്സിസ് എന്ന് റെപ്രസെന്റ് ചെയ്തു. ഓക്കെ, ഈ 3 ഡയമെൻഷണൽ സ്പേസിലുള്ള ഒരു പോയിന്റ് ആണ് പി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ്സ് ആണ് എക്സ് കോമ വൈ കോമ സെഡ്. ഒറിജിൻ നമുക്ക് ഒ എന്ന് എഴുതും. 3 ഡയമെൻഷണൽ സ്പേസ് ആയ കാരണം കൊണ്ട് അല്ലെ. അതിന് 3 കോർഡിനേറ്റ്സ് ഉണ്ടായിരിക്കുമല്ലോ. എക്സ് കോർഡിനേറ്റ് ഉണ്ടാവും, വൈ കോർഡിനേറ്റ് ഉണ്ടാവും, സെഡ് കോർഡിനേറ്റ് ഉണ്ടായിരിക്കും. ഓക്കെ, വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ഈ പോയിന്റിനെ നമ്മൾ സ്പെസിഫൈ ചെയ്യുകയാണ് എങ്കിൽ ഈ ഒ പി എന്ന് പറയുന്നതാണ് പി എന്ന് പറയുന്ന പോയിന്റിന്റെ പൊസിഷൻ വെക്റ്റർ. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആണ് നമ്മൾ പറയുന്നുണ്ടായിരിക്കുക. അപ്പൊ ഏതൊരു വെക്ടേഴ്സിനെയും വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ നമ്മൾ പറയുകയാണെങ്കിൽ അതിന്റെ പൊസിഷൻ നമ്മൾ നിർണ്ണയിക്കുകയാണെങ്കിൽ അതാണ് എന്തതിന്റെ പൊസിഷൻ വെക്റ്റർ എന്ന് പറയുന്നത്. ഒ തൊട്ട് പി വരെയുള്ളതാണ് എന്തതിന്റെ പൊസിഷൻ വെക്റ്റർ. അപ്പൊ ഇത് വേണം നമുക്ക് ഒ പി വെക്റ്റർ എന്ന് എഴുതാം. ഓക്കെ, ഒ പി വെക്ടർ എന്ന് എഴുതാം. അല്ലെങ്കിൽ ജനറലി നമ്മൾ പ്രോബ്ലംസ് ഒക്കെ ചെയ്യുമ്പോൾ നിങ്ങൾ കാണും പൊസിഷൻ വെക്ടേഴ്സിനെ വെക്ടർ ആർ എന്നാണ് കാണുന്നുണ്ടായിരിക്കുക. ഓക്കെ, പൊസിഷൻ വെക്ടേഴ്സിനെ നമ്മൾ ജനറലി ഡിനോട്ട് ചെയ്യുന്നത് എന്തായിരിക്കും? വെക്ടർ ആർ എന്നായിരിക്കും റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. പ്രോബ്ലംസ് കാണുമ്പോൾ നമ്മൾ യൂഷ്വലി ഉപയോഗിക്കുന്നത് ഇങ്ങനെയായിരിക്കും. ഓക്കെ, യെസ്, ഡയറക്ഷൻ കൊസൈൻസ് എന്ന് പറയുന്നത്. ഡയറക്ഷൻ കൊസൈൻസ് അപ്പൊ ഞാൻ വീണ്ടും ഒരു മ്യൂച്വലി പെർപെൻഡിക്കുലർ ആയിട്ടുള്ള 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യാണ് കേട്ടോ. ഇത് എക്സ് ആക്സിസ് ആണ്, ഇത് വൈ ആക്സിസ് ആണ്, ഇത് സെഡ് ആക്സിസ് ആണ്, ഇത് ഒറിജിൻ ആയിരിക്കും. ഓക്കെ, അതിലുള്ള ഒരു പി എന്ന് പറയുന്ന പോയിന്റ് ആണെന്ന് വിചാരിച്ചോളൂ. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ്സുകൾ എക്സ് കോമ വൈ കോമ സെഡ് എന്ന് കൺസിഡർ ചെയ്യണം. അങ്ങനെയാണെങ്കിൽ ഈ ഒ പി എന്ന് പറയുന്ന ഡയറക്റ്റ് ആയിട്ടുള്ള ഈ ലൈൻ സെഗ്മെന്റ് പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിട്ട് ഒരു ആംഗിൾ മേക്ക് ചെയ്യുന്നുണ്ടാവും അല്ലെ. അതിന് ഞാൻ ആൽഫ എന്നും വിളിച്ചു. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് വൈ ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ബീറ്റ എന്ന് വിളിച്ചു. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് സെഡ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിളിനെ ഗാമ എന്നും വിളിച്ചു. പോസിറ്റീവ് ഡയറക്ഷൻ ഓഫ് എക്സ് ആക്സിസ് ആയിട്ട് ഒ പി മേക്ക് ചെയ്യുന്ന ആംഗിൾസുകളാണ് എക്സ് ആക്സ് ആയിട്ട് ആൽഫ, വിത്ത് റെസ്പെക്ട് വൈ ആക്സ് ആയിട്ട് ബീറ്റ, ദെൻ വിത്ത് റെസ്പെക്ട് ടു സെഡ് ആക്സ് ആയിട്ട് മേക്ക് ചെയ്യുന്ന ആംഗിൾ ആണ് ഗാമ. ഈ ആൽഫ ബീറ്റ ഗാമേനെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ ആംഗിൾസ് എന്നാണ് വിളിക്കുക. എന്താ വിളിക്കുക? ഡയറക്ഷൻ ആംഗിൾസ്.
ഈ ഡയറക്ഷൻ ആംഗിൾസിന്റെ കോസ് കമ്പോണൻസുകൾ ഞാൻ എടുക്കാൻ പോവാ. അപ്പൊ എങ്ങനെയാ വരിക? കോസ് ആൽഫ അല്ലെ, കോസ് ബീറ്റ, അടുത്ത എന്താ വരിക? കോസ് ഗാമ. ഇവരെ വിളിക്കുന്ന പേരാണ് ഡയറക്ഷൻ കൊസൈൻസ്. എന്താ വിളിക്കുക? ഡയറക്ഷൻ കൊസൈൻസ് എന്ന് നമ്മളതിനെ വിളിക്കുന്നുണ്ടായിരിക്കും. ഓക്കെ, ഡയറക്ഷൻ കൊസൈൻസ് എന്നാണ് നമ്മളെ കോസ് ആൽഫ, കോസ് ബീറ്റ, കോസ് ഗാമേനെ വിളിക്കുന്നത്. ഡയറക്ഷൻ കൊസൈൻസ് നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് LMN എന്നുകൊണ്ട് റെപ്രസെന്റ് ചെയ്യാം. വിച്ച് മീൻസ് L is equal to cos alpha, M is equal to cos beta and N is equal to cos gamma. And we have ഒരു പ്രോപ്പർട്ടി കൂടി ഉണ്ട് കേട്ടോ, ഒരു പോയിന്റ് നോട്ട് ചെയ്യേണ്ടതാണ്. L square plus M square plus N square is equals to എന്താണ്? 1 കൂടി ആയിരിക്കും. മീൻസ് കോസ് സ്ക്വയർ ആൽഫ പ്ലസ് കോസ് സ്ക്വയർ ബീറ്റ പ്ലസ് കോസ് സ്ക്വയർ ഗാമ എന്തിന് ഈക്വൽ ആണ്? 1ന് ഈക്വൽ ആണ്. ഓക്കെ, യെസ്. അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കാണ്. ടൈപ്സ് ഓഫ് വെക്ടേഴ്സ്. അത് ഒന്നാമത്തെയാണ് കോ ഇനീഷ്യൽ വെക്ടർ. എന്താണ് കോ ഇനീഷ്യൽ വെക്ടർ? Two or more vectors having the same initial point are called co-initial vectors. അതായത് വെക്ടേഴ്സുകൾ സ്റ്റാർട്ട് ചെയ്യുന്നത് സെയിം ആയിട്ടുള്ള ഒരു പോയിന്റിൽ നിന്നാണെന്ന് വിചാരിച്ചോളൂ. അപ്പൊ അവരെ നമുക്ക് എന്ത് വിളിക്കാം? കോ ഇനീഷ്യൽ വെക്ടേഴ്സ് എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ ഇവിടെ നോക്കി നോക്കൂ, O എന്ന് പറയുന്ന പോയിന്റ് ഉണ്ട് അല്ലെ, അത് സ്റ്റാർട്ട് ചെയ്യുന്ന വെക്ടർ അല്ലേ? OB വെക്ടർ, OD, OA, OE, OC എന്ന് പറയുന്നത് ഇതൊക്കെ എന്തിന് എക്സാമ്പിൾസുകളാണ്? കോ ഇനീഷ്യൽ വെക്ടേഴ്സിന് എക്സാമ്പിൾസുകളാണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്തത് കൊളീനിയർ വെക്ടേഴ്സ്. എന്താ കൊളീനിയർ വെക്ടേഴ്സിന്റെ ഡെഫിനിഷൻ പറഞ്ഞേക്കുന്നത്? ടു ഓർ മോർ വെക്ടേഴ്സ് ആർ സെഡ് ടു ബി കൊളീനിയർ ഇഫ് ദേ ആർ പാരലൽ ടു ദ സെയിം ലൈൻ ഇറസ്പെക്റ്റീവ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻസ്. അതായത് മാഗ്നിറ്റ്യൂഡും ഡയറക്ഷൻസിനും അതിൽ ഇമ്പോർട്ടൻസ് കൊടുക്കുന്നില്ല, പാരലൽ ആയിട്ട് വരുന്ന കണ്ടീഷൻസുകളാണ് ഉദ്ദേശിക്കുന്നത്. ഇപ്പൊ നമ്മൾ നോക്കിക്കോളൂ, ഇപ്പൊ AB എന്ന് പറയുന്ന വെക്ടർ അല്ലെ, നോക്കി ഒരു CD എന്ന് പറയുന്ന വെക്ടർ ഞാൻ കൊടുത്തു. ഇതെന്താണ്? ബോത്ത് ആർ പാരലൽ ടു ഈച്ച് അതർ റെസ്പെക്റ്റീവ് ഓഫ് ദെയർ മാഗ്നിറ്റ്യൂഡ് ആൻഡ് ഡയറക്ഷൻ അല്ലെ. ഇത് എന്തിന് എക്സാമ്പിൾ ആയിരിക്കും? കൊളീനിയർ വെക്ടേഴ്സിന് എക്സാമ്പിൾ ആണ്. ഓക്കെ, നെക്സ്റ്റ് അടുത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നെഗറ്റീവ് ഓഫ് എ വെക്ടർ എന്നാണ് ഉദ്ദേശിക്കുന്നത്. നെഗറ്റീവ് ഓഫ് ദി വെക്ടർ സിംപ്ലി ഞാൻ ഇങ്ങനെ പറഞ്ഞുതരാം കേട്ടോ. നോക്കിക്കോളൂ, ഇത് A എന്ന് പറയുന്ന വെക്ടർ ആണ് അല്ലെ. A എന്ന് പറയുന്ന വെക്ടർ ആണെന്ന് വിചാരിച്ചോ, അതിന്റെ ഓപ്പോസിറ്റ് ഡിറക്ഷനിൽ പറയാന്ന് വിചാരിച്ചോ, അതെന്തായിരിക്കും? അതിന്റെ നെഗറ്റീവ് ആയിരിക്കും. അതായത് ഇപ്പോൾ ഒരു എക്സാമ്പിൾ പറയുന്നുണ്ട്, വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് സെയിം ആസ് ദാറ്റ് ഓഫ് ദ ഗിവൺ വെക്ടർ. ഇപ്പൊ A തൊട്ട് B വരെ, ഇപ്പൊ A തൊട്ട് B വരെയാണെന്ന് വിചാരിച്ചോളൂ ലെങ്ത്, അപ്പൊ മാഗ്നിറ്റ്യൂഡ് സെയിം തന്നെയാണ് വരുന്നുണ്ടായിരിക്കുക. ആൻഡ് കണ്ടീഷൻ ഇതാണ്, ബട്ട് ഡയറക്ഷൻ ഈസ് ഓപ്പോസിറ്റ് അല്ലെ. മാഗ്നിറ്റ്യൂഡ് എന്ന് പറഞ്ഞില്ല, മാഗ്നിറ്റ്യൂഡ് എന്താ? ലെങ്ത് ഓഫ് ദ വെക്ടർ അല്ലെ. രണ്ട് സെയിം ആയിട്ട് തന്നെ വരണം കേട്ടോ. പക്ഷെ എന്തായിരിക്കും? ഡയറക്ഷൻ വിൽ ബി ഓപ്പോസിറ്റ് ആയിരിക്കും. അതാണ് ഒരു വെക്ടറിന്റെ നെഗറ്റീവ് ഓഫ് ദി വെക്ടർ എന്ന് പറയുന്നുണ്ടായിരിക്കുക. ഐ ഹോപ്പ് യു ക്ലിയർ. നെക്സ്റ്റ് ഈക്വൽ വെക്ടേഴ്സുകൾ. എപ്പോഴാണ് രണ്ട് വെക്ടേഴ്സുകൾ ഈക്വൽ ആണെന്ന് പറയുന്നുണ്ടായിരിക്കുക? ഒന്നാമത്തെ കണ്ടീഷൻ, ഇഫ് ദേ ഹാവ് ദ സെയിം മാഗ്നിറ്റ്യൂഡ് ആൻഡ് സെയിം ഡയറക്ഷൻ. സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും ഉള്ള വെക്ടേഴ്സുകളെയാണ് നമ്മൾ എന്ത് വിളിക്കുന്നുണ്ടായിരിക്കുക? ഈക്വൽ വെക്ടേഴ്സ് എന്ന് വിളിക്കുന്നുണ്ടായിരിക്കുക. വിചാരിച്ചോളൂ, ഇത് A എന്ന് പറഞ്ഞൊരു വെക്ടറാണ്, അതേ മാഗ്നിറ്റ്യൂഡില് അതേ ഡയറക്ഷൻ ഒരു B വെക്ടർ ഉണ്ട് എങ്കിൽ നമുക്ക് എന്ത് വിളിക്കാം? ഈ രണ്ട് വെക്ടേഴ്സുകളും ഈക്വൽ ആണെന്ന് പറയാം. ഓക്കെ, ഇപ്പൊ രണ്ട് വെക്ടേഴ്സുകൾക്ക് സെയിം മാഗ്നിറ്റ്യൂഡും സെയിം ഡയറക്ഷനും വരികയാണെങ്കിൽ വി ക്യാൻ സേ ദാറ്റ് ദേ ആർ ഈക്വൽ വെക്ടേഴ്സ്. ഓക്കെ, അടുത്ത നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന കോൺസെപ്റ്റ്. വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള കോൺസെപ്റ്റ് ആണ് കേട്ടോ. ഇത് വെച്ച് ഇഷ്ടം പോലെ ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാനുള്ളതാണ് കേട്ടോ. യൂണിറ്റ് വെക്ടർ എന്താ? യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് യൂണിറ്റി. യൂണിറ്റി മീൻസ് 1 അല്ലെ. അപ്പൊ ഒരു വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് 1 ആണെങ്കിൽ അവനെ നമുക്ക് എന്ത് വിളിക്കാം? യൂണിറ്റ് വെക്ടർ എന്ന് വിളിക്കാം. അങ്ങനെയാണെങ്കിൽ യൂണിറ്റ് വെക്ടർ, ഇപ്പൊ ഒരു വെക്ടർ A ഉണ്ടെന്ന് വിചാരിച്ചോളൂ കേട്ടോ. നമുക്ക് ഡീറ്റെയിൽ ആയിട്ട് ചെയ്യാം, ക്വസ്റ്റ്യൻസുകളൊക്കെ ചെയ്യാം. അപ്പൊ കുറച്ചും കൂടി ഡീറ്റെയിൽ ഞാൻ പറഞ്ഞുതരാം കേട്ടോ. വെക്ടർ A ഉണ്ടെന്ന് വിചാരിക്കുക, അതിന്റെ യൂണിറ്റ് വെക്ടറിനെ ഡിനോട്ട് ചെയ്യുന്നത് A ക്യാപ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. എന്താണ്? A ക്യാപ്. അത് കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് ഗിവൺ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. ഇതാണ് ഗിവൺ വെക്ടർ ഡിവൈഡഡ് ബൈ ഇറ്റ്സ് മാഗ്നിറ്റ്യൂഡ്. അതാണ് എന്ത്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല. അപ്പൊ തന്നിരിക്കുന്ന വെക്ടറിനെ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കൊണ്ട് ഡിവൈഡ് ചെയ്യുകയാണ് എങ്കിൽ നമുക്ക് എന്ത് കിട്ടും? യൂണിറ്റ് വെക്ടർ കിട്ടും. A ആണ് വെക്ടർ എങ്കിൽ അതിന് യൂണിറ്റ് വെക്ടർ ഡിനോട്ട് ചെയ്യുന്നതാണ് A ക്യാപ്. അതാണ് ഡെഫിനിഷൻ കൊടുത്തേക്കുന്നത്. എ വെക്ടർ ഹൂസ് മാഗ്നിറ്റ്യൂഡ് ഈസ് യൂണിറ്റി ഈസ് കോൾഡ് യൂണിറ്റ് വെക്ടർ ആൻഡ് ദ യൂണിറ്റ് വെക്ടർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ വെക്ടർ A ഈസ് ഡിനോട്ടഡ് ബൈ A cap, and A cap is calculated by using the formula
vector A divided by modulus means magnitude of the given vector. Okay, next. അടുത്ത നമ്മൾ പറയാൻ പോകുന്നത് കമ്പോണൻസ് ഓഫ് എ വെക്ടർ എന്ന് പറയുന്നതാണ്. ഇതും കുറച്ചുകൂടി ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പൊ ഇതും നമുക്ക് യൂണിറ്റ് വെക്ടർ എന്നുള്ള കോൺസെപ്റ്റ് ഒക്കെ കണക്ട് ചെയ്തിട്ടാണ് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് ചെയ്യാനായിട്ട് വരിക കേട്ടോ. കമ്പോണൻസ് ഓഫ് എ വെക്ടർ ഒരു 3 ഡയമെൻഷണൽ കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്യുന്നുണ്ട് അല്ലെ. എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. എക്സ് ആക്സിസ് ഞാൻ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ്, എ എന്ന് പറയുന്ന പോയിന്റ്. അതിന്റെ കോർഡിനേറ്റ്സ് എന്താ 1 0 0. വൈ ആക്സിസിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യാണ് കേട്ടോ, അതിന്റെ കോർഡിനേറ്റ്സ് ആണ് 0 1 0 അല്ലെ. ഇസഡ് ആക്സിസിൽ ഒരു പോയിന്റ് ആണ് 0 0 1. എക്സ് ആക്സിൽ ഒരു പോയിന്റ് കൺസിഡർ ചെയ്യുകയാണെങ്കിൽ അതിന്റെ വൈ കോർഡിനേറ്റും ഇസഡ് കോർഡിനേറ്റ് എന്തായിരിക്കും 0 ആയിരിക്കും അല്ലെ. അപ്പോ 1 0 0 0 1 0 0 0 എന്ന് പറഞ്ഞ 3 പോയിന്റ്സുകൾ എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഞാൻ എന്ത് ചെയ്തു കൺസിഡർ ചെയ്തു. ഈ പോയിന്റ്സുകൾ ഞാൻ കൺസിഡർ ചെയ്തിരിക്കുകയാണ്. ഇനി ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സുകൾ എടുത്തു കഴിഞ്ഞാൽ let us take the point A, B, Z on X, Y, Z axis respectively. ഇതിന്റെ മാഗ്നിറ്റ്യൂഡ്സുകൾ മീൻസ് OA, OB, OC മാഗ്നിറ്റ്യൂഡ്സുകൾ എടുത്തു കഴിഞ്ഞാൽ നമുക്ക് കിട്ടുന്ന വാല്യൂ എന്ന് പറയുന്നത് 1 ആയിരിക്കും. അപ്പൊ എന്താ അവര് യൂണിറ്റ് വെക്ടേഴ്സുകളാണ് അല്ലെ. ആ യൂണിറ്റ് വെക്ടേഴ്സുകൾ ഏത് ആക്സിലാണ് കിടക്കുന്നത്? എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇസഡ് ആക്സിസിലാണ് കിടക്കുന്നത്. ഇങ്ങനെ എക്സ് ആക്സിസിനും വൈ ആക്സിസിനും ഇസഡ് ആക്സിസിനും കിടക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സുകൾ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നത് I ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്നാണ് ഡിനോട്ട് ചെയ്യുക. അപ്പൊ വിത്ത് റെസ്പെക്ട് ടു എക്സ് ആക്സിസ് ആയിട്ടും വൈ ആക്സിസ് ആയിട്ടും ഇസഡ് ആക്സിസിലും കിടക്കുന്ന യൂണിറ്റ് വെക്ടേഴ്സുകളാണ് ഐ ക്യാപ്, ജെ ക്യാപ്, കെ ക്യാപ് എന്ന് നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. ഓക്കെ, ഇനി അടുത്തത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു പോയിന്റ് ആണ് കേട്ടോ. ദ പൊസിഷൻ വെക്ടർ ഓഫ് ദ പോയിന്റ്. അങ്ങനെ യൂണിറ്റ് വെക്ടേഴ്സുകൾ ഐ ക്യാപ്പും ജെ ക്യാപ്പും കെ ക്യാപ്പും ആണ് വിത്ത് റെസ്പെക്ട് ടു എക്സ് വൈ സെഡ് ആക്സിസ് എന്ന് വിചാരിക്കുക. അതേപോലെ തന്നെ ഒരു പോയിന്റ് കോർഡിനേറ്റ്സുകൾ എക്സും വൈയും സെഡും ആണെന്ന് വിചാരിക്കുക. ഓക്കെ, ഫോർ എക്സാമ്പിൾ ഞാൻ ഇതിൽ തന്നെ വരയ്ക്കുന്നുണ്ട് കേട്ടോ. നോക്കിക്കോളൂ, പി എന്ന് പറയുന്ന പോയിന്റ്. ഓക്കെ, അതിന്റെ കോർഡിനേറ്റ്സുകളാണ് എക്സ് വൈ സെഡ്. ഇത് ഒറിജിൻ ആണ് അല്ലെ, 0 0 0. ഓക്കെ, അപ്പൊ അങ്ങനെയാണ് എങ്കിൽ ഇതിന്റെ പൊസിഷൻ വെക്ടർ പി എന്ന് പറഞ്ഞ പോയിന്റ് കോർഡിനേറ്റ്സ് എക്സ് വൈ സെഡ് അല്ലേ, ഒ പി അല്ലേ പിയുടെ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് അല്ലെ. അപ്പൊ ഇതിന്റെ പൊസിഷൻ വെക്ടറിനെ നമ്മൾ റെപ്രസെന്റ് ചെയ്യുന്നത് എക്സ് വൈ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ എന്നാണ് ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക. റെപ്രസെന്റ് ജനറലി നമ്മൾ എഴുതുന്നത്. ഓക്കെ, അതായത് നമ്മൾ പറഞ്ഞു എക്സും വൈയും സെഡും എന്താ ആ പോയിന്റിന്റെ എന്താണ് കോർഡിനേറ്റ്സുകളാണ്. വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ നമ്മൾ പറയുകയാണെങ്കിൽ ഒ പി എന്ന് പറയുന്നത് എന്താണ് അതിന്റെ പൊസിഷൻ വെക്ടറുകളാണ്. അല്ല ഐയും ജെയും കെ എന്താന്നാ പറഞ്ഞേ the unit vectors corresponding to x y z axis respectively അല്ലെ. അപ്പൊ അതും രണ്ട് കേസസുകൾ നമ്മൾ കണക്ട് ചെയ്തിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടായിരിക്കുക ഒരു വെക്ടറിന്റെ പൊസിഷൻ വെക്ടറിനെ ജനറൽ ഫോം ആയിട്ട് നമ്മൾ എഴുതുന്നുണ്ടായിരിക്കുക. ഞാൻ പറഞ്ഞല്ലോ പൊസിഷൻ വെക്ടേഴ്സിനെ വെക്ടർ ആണെന്നൊക്കെ നമ്മൾ ഡിനോട്ട് ചെയ്യുന്നുണ്ടായിരിക്കുക അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഐയും ജെയും കെയും യൂണിറ്റ് വെക്ടേഴ്സ് അലോങ് എക്സും വൈയും സെഡ് ആക്സിസും പോയിന്റ് പി എക്സ് വൈ സെഡും വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ ആയിട്ടുള്ള പൊസിഷൻ വെക്ടർ ഒ പി എന്ന് പറയുന്ന വെക്ടറിനെ അല്ലെങ്കിൽ സിംപ്ലി വെക്ടർ ആറിനെ നമ്മൾ എഴുതുന്നത് എങ്ങനെയായിരിക്കും? എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ക്യാപ് അല്ലെ. എക്സ് ഐ ക്യാപ് പ്ലസ് വൈ ജെ ക്യാപ് പ്ലസ് സെഡ് കെ ക്യാപ് ആണ് ജനറലി എന്തെഴുതുന്നുണ്ടായിരിക്കുക ഒരു പൊസിഷൻ വെക്ടറിനെ റെപ്രസെന്റ് ചെയ്യുന്നുണ്ടായിരിക്കുക. ഇമ്പോർട്ടന്റ് കോൺസെപ്റ്റ് ആണ് കേട്ടോ. അതേപോലെ തന്നെ നമുക്ക് പറയാം ഇതിനെ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ഫോമിൽ എഴുതില്ലേ, ഇതിന് വിളിക്കുന്ന പേര് കമ്പോണന്റ് ഫോം എന്ന് വിളിക്കുക. എന്താ വിളിക്കുക? കമ്പോണന്റ് ഫോം എന്നാണ് വിളിക്കുക. അതിൽ രണ്ട് കമ്പോണൻസ് ഉണ്ട് കേട്ടോ, സ്കെയിലാർ കമ്പോണൻസ് ഉണ്ട്, വെക്ടർ കമ്പോണൻസ് ഉണ്ട്. ഇപ്പൊ എക്സ് ഐ പ്ലസ് വൈ ജെ പ്ലസ് സെഡ് കെ ക്യാപ്പില് എക്സ് വൈ സെഡ് അതിന്റെ പ്ലേസിൽ വരുന്ന വാല്യൂസുകൾ സ്കെയിലാർ കമ്പോണൻസുകളാണ്. ഇനി എക്സ് ഐ വൈ ജെ സെഡ് കെ അവർ വിളിക്കുന്ന പേരെന്താണ്? വെക്ടർ കമ്പോണൻസ് എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഞാൻ പറയാണ് വെക്ടർ ആർ ഈസ് ഈക്വൽസ് ടു 2i പ്ലസ് 3j പ്ലസ് 4k. അതിൽ 2 3 4 എന്താണ്? സ്കെയിലാർ കമ്പോണൻസുകളാണ് കേട്ടോ. 2i 3j 4k ക്യാപ് ഇതൊക്കെ എന്താണ്? വെക്ടർ കമ്പോണൻസ് ഉള്ള പേരിലാണ് അറിയപ്പെടുന്നുണ്ടായിരിക്കുക. ഈ രീതിയിലുള്ള റെപ്രസെന്റേഷൻ നമ്മൾ എന്താ വിളിക്കുന്നുണ്ടായിരിക്കുക? കമ്പോണന്റ് ഫോം ഓഫ് എ വെക്ടർ എന്നാണ് വിളിക്കുന്നുണ്ടായിരിക്കുക. ക്ലിയർ ആയി എന്ന് വിചാരിക്കുന്നു. നെക്സ്റ്റ്
അടുത്തത് വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ്. ഈ കോൺസെപ്റ്റ് കൂടി അറിഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് പ്രോബ്ലംസിലേക്ക് ഡയറക്റ്റ് ആയിട്ട് കിടക്കാം കേട്ടോ. വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് ഇതേപോലെ 3 ഡയമെൻഷനൽ ആയിട്ടുള്ള ഒരു കോർഡിനേറ്റ് സിസ്റ്റം കൺസിഡർ ചെയ്തേക്കാണ് അല്ലെ. അതിൽ P1 P2 എന്ന് പറയുന്ന 2 പോയിന്റ്സുകൾ ഉണ്ട്. ആ P1ന്റെ കോർഡിനേറ്റ്സ് ആണ് കേട്ടോ x1 y1 z1 ഉം P2ന്റെ കോർഡിനേറ്റ്സ് ആണ് x2 y2 z2 എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ നമ്മൾ വിത്ത് റെസ്പെക്ട് ടു ഒറിജിൻ പറയുകയാണെങ്കിൽ OP1 എന്ന് പറയുന്നത് എന്താണ്? P1 എന്ന് പറഞ്ഞ പോയിന്റ് കറസ്പോണ്ട് ചെയ്യുന്ന ഈ വെക്ടറിന്റെ പൊസിഷൻ വെക്ടർ ആണ് അല്ലെ, OP1. അതേപോലെ OP2 ആയിരിക്കും ഇതിന്റെ പൊസിഷൻ വെക്ടർ. ശരിയല്ലേ? അങ്ങനെയാണെങ്കിൽ P1 to P2 2 പോയിന്റ്സുകൾ കണക്ട് ചെയ്യുന്ന വെക്ടർ എന്നാ പറഞ്ഞത്. വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് അല്ലെ, 2 പോയിന്റ്സുകൾ കണക്ട് ചെയ്യുന്ന ഈ P1 P2 എന്ന് പറയുന്ന വെക്ടർ അഡീഷൻ പ്രകാരം നമുക്ക് എങ്ങനെ എഴുതാം? OP2 വെക്ടർ മൈനസ് OP1 വെക്ടർ എന്ന് നമുക്ക് എഴുതാം. ഓക്കെ, ഇനി ശ്രദ്ധിച്ചിരുന്നോളൂ. P1ന്റെ കോർഡിനേറ്റ്സ് x1 y1 z1, P2ന്റെ കോർഡിനേറ്റ്സ് x2 y2 z2 അല്ലേ. അപ്പൊ അങ്ങനെയാണ് എങ്കിൽ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് P1 P2 കണ്ടുപിടിക്കാനുള്ള ഫോർമുലയാണ് OP2 എന്ന് പറഞ്ഞ വെക്ടർ. നമുക്ക് എങ്ങനെ എഴുതാം? ഞാൻ പറഞ്ഞല്ലോ, കമ്പോണന്റ് ഫോം ഞാൻ പറഞ്ഞു, പിന്നെ പൊസിഷൻ വെക്ടർ നമ്മൾ പറഞ്ഞു അല്ലെ. അപ്പൊ അങ്ങനെയാണെങ്കിൽ OP2 എന്ന് പറഞ്ഞ പൊസിഷൻ വെക്ടർ എന്ന് പറയുന്നത് എന്തായിരിക്കും? x2i അല്ലെ പ്ലസ് y2j പ്ലസ് എന്താ വരിക? z2k അല്ലെ. ഇതാണ് OP2 എന്ന് പറയുന്ന വെക്ടർ. OP1 എന്ന് പറയുന്ന വെക്ടർ എന്താ വരുന്നുണ്ടായിരിക്കുക? x1i പ്ലസ് y1j പ്ലസ് z1k ക്യാപ് അല്ലെ. x1i ക്യാപ് പ്ലസ് y1j ക്യാപ് പ്ലസ് z1k ക്യാപ് ആയിരിക്കും OP1 OP2. സോ OP2 മൈനസ് OP1 വിൽ ബി എന്താ വരുന്നുണ്ടായിരിക്കുക? x2i പ്ലസ് y2j പ്ലസ് z2k ക്യാപ് മൈനസ് x1i പ്ലസ് y1j പ്ലസ് z1k ക്യാപ്. ഐ ഹോപ്പ് യു ക്ലിയർ. ഓക്കെ, നമുക്ക് എന്ത് ചെയ്യാം? സെയിം ആയിട്ടുള്ള കമ്പോണൻസുകൾ നമുക്ക് എന്ത് ചെയ്യാം? സബ്ട്രാക്ട് ചെയ്ത് എഴുതാം കേട്ടോ. അതേപോലെ തന്നെ കോമൺ ആയിട്ട് എടുക്കുകയും ചെയ്യാം. x2i ഉണ്ട് മൈനസ് x1i ഉണ്ട് അല്ലെ. അപ്പൊ നമുക്ക് എന്ത് എഴുതാം? x2 മൈനസ് x1 എഴുതിയിട്ട് i എന്ന് എഴുതാം. അതേപോലെ തന്നെ ഇവിടെ y2 മൈനസ് y1 എടുത്തിട്ട് j ക്യാപ് എന്ന് എഴുതാം കോമൺ ആയിട്ട്. z2 മൈനസ് z1 k ക്യാപ്. അപ്പൊ 2 പോയിന്റ്സുകൾ നമുക്ക് തന്നിട്ട് ആ 2 പോയിന്റ്സുകൾ കണക്ട് ചെയ്യുന്ന വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താണ്? 2 പോയിന്റ്സ് x1 y1 z1 x2 y2 z2 ആണെങ്കിൽ പോയിന്റ് എന്താ? x2 minus x1i plus y2 minus y1j plus z2 minus z1k. അതാണ് ഇവിടെ നമ്മുടെ ഫിഗർ പ്രകാരം P1 to P2 വെക്ടർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കണം എന്ന് വിചാരിച്ചോളൂ. ഈ വെക്ടറിന്റെ ഈ P1 P2 കണക്ട് ചെയ്ത് കിട്ടി നമുക്ക് വെക്ടർ കിട്ടിയല്ലോ. അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്താ വരിക? മാഗ്നിറ്റ്യൂഡ് ഓഫ് P1 P2 എന്ത് വരും? റൂട്ട് ഓഫ് x2 minus x1. ഞാൻ അടുത്തേക്ക് എഴുതാട്ടോ. ഓക്കെ, P1 P2ന്റെ മോഡുലസ് മാഗ്നിറ്റ്യൂഡ് വരുന്നത് P1 P2 വെക്ടർ ഇസ് ഈക്വൽസ് ടു റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. അപ്പൊ ഒരു വെക്ടർ രണ്ട് പോയിന്റ്സ് തമ്മിൽ ജോയിൻ ചെയ്യുന്ന ഒരു വെക്ടർ കിട്ടി അല്ലെ. ആ വെക്ടർ കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഇതാണ് കേട്ടോ. ആ വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ എന്താ വരിക? റൂട്ട് ഓഫ് x2 മൈനസ് x1 ഹോൾ സ്ക്വയർ പ്ലസ് y2 മൈനസ് y1 ഹോൾ സ്ക്വയർ പ്ലസ് z2 മൈനസ് z1 ഹോൾ സ്ക്വയർ. ക്ലിയർ ആയി എന്ന് വിചാരിക്കണു. അങ്ങനെയാണ് നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് മൂവ് ചെയ്താലോ. അടുത്ത് നമുക്കൊരു ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്വസ്റ്റ്യൻ ഇതാണ്: find the values of x and y so that the vectors 2i plus 3j and xi plus yj are equal. 2 വെക്ടേഴ്സ് നമുക്ക് തന്നേക്കുക അല്ലെ. ആ 2 വെക്ടേഴ്സുകൾ ഈക്വൽ ആണ് എന്ന് നമ്മളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പൊ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്താ കണ്ടുപിടിക്കണ്ടേ? എക്സിന്റെയും വൈയുടെയും വാല്യൂസുകൾ കണ്ടുപിടിക്കണം. 2 വെക്ടേഴ്സുകൾ ഈക്വൽ ആകാനുള്ള കണ്ടീഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന്റെ കറസ്പോണ്ടിങ് കമ്പോണൻസുകൾ ഈക്വൽ ആകണം. ആ ഒരു പോയിന്റ് നമ്മളൊന്ന് ഓർത്ത് വെച്ചാൽ മതി കേട്ടോ. 2 വെക്ടേഴ്സുകൾ ഈക്വൽ ആകണമെങ്കിൽ എന്താ വേണ്ടേ? കറസ്പോണ്ടിങ് കമ്പോണൻസുകൾ ഈക്വൽ ആവണം. അപ്പൊ അങ്ങനെയാണെങ്കിൽ നോക്കി നോക്കൂ. ആദ്യത്തെ വെക്ടർ നമുക്ക് തന്നിരിക്കുന്നത് എന്താ? 2i plus 3j. ശരിയല്ലേ? അടുത്ത വെക്ടർ എന്താണ്? xi plus yj. xi plus yj. ഇതിന്റെ കറസ്പോണ്ടിങ് കമ്പോണൻസ് എന്ന് പറയുമ്പോൾ i ഇവിടെ 2i, ഇവിടെ എന്താ കിടക്കുന്നത്? xi. അപ്പൊ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആകണം. എന്തായിരിക്കണം? x should be equal to 2 അല്ലെ. അതേപോലെ ഇവിടെ എന്തായിരിക്കണം? y should be equals to 3. വളരെ സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ക്ലിയർ ആയി എന്ന് വിചാരിക്കണം. അപ്പൊ കറസ്പോണ്ടിങ് കമ്പോണൻസ് ഈക്വൽ ആണ്. 2 വെക്ടേഴ്സ് നമുക്ക് എന്താന്ന് പറയാം? ഈക്വൽ ആണെന്ന് പറയാം. ഇനി അടുത്ത ക്വസ്റ്റ്യൻ ആണ്.
അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ in the direction of the vector A is equal to vector I cap plus j cap plus 2k cap. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാനുള്ള കാര്യം ഞങ്ങൾക്ക് ഓൾറെഡി നമ്മൾ പഠിച്ചിരുന്നല്ലോ അല്ലെ? എങ്ങനെയാ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന വെക്ടർ A ആണെങ്കിൽ അതിന്റെ യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത് a cap ആണ്. എങ്ങനെയാ കണ്ടുപിടിക്കുക? തന്നിരിക്കുന്ന വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ഓക്കെ, ആയി നമുക്ക് എന്ത് ചെയ്യണം? തന്നിരിക്കുന്ന വെക്ടർ എന്താണ്? I പ്ലസ് j പ്ലസ് 2k cap അല്ലെ? വെക്ടർ I cap പ്ലസ് j cap പ്ലസ് 2k cap ആണ് തന്നിരിക്കുന്ന വെക്ടർ. അതിന്റെ യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കണം. അപ്പൊ നമുക്ക് യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് അല്ലേ? അപ്പൊ മാഗ്നിറ്റ്യൂഡ് നമുക്കൊന്ന് കണ്ടുപിടിക്കാം. എങ്ങനെയാണ് മാഗ്നിറ്റ്യൂഡ് ഓഫ് ദി വെക്ടർ കണ്ടുപിടിക്കുക? റൂട്ട് ഓഫ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള, അപ്പൊ വെക്ടർ ആർ ഈക്വൽസ് ടു xi പ്ലസ് yj പ്ലസ് സെഡ് കെ ക്യാപ്. അങ്ങനെയാണ് എങ്കിൽ അതിന്റെ മാഗ്നിറ്റ്യൂഡ് കണ്ടുപിടിക്കാനുള്ള ഫോർമുല എന്ന് പറയുന്നത് എന്താണ്? റൂട്ട് ഓഫ് എക്സ് സ്ക്വയർ പ്ലസ് വൈ സ്ക്വയർ പ്ലസ് സെഡ് സ്ക്വയർ ആണ്. ഓക്കെ, ഐയുടെ കമ്പോണൻസ് ജെയുടെ കെയുടെ കമ്പോണൻസുകൾ സ്ക്വയർ ചെയ്തിട്ട് റൂട്ട് എടുത്താൽ മതി കേട്ടോ. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഇവിടെ എന്താ വരുന്നുണ്ടായിരിക്കുക? കമ്പയർ ചെയ്യുക. എക്സിന്റെ സ്ഥാനത്ത് എന്താ വരിക? 1. സോ 1 സ്ക്വയർ പ്ലസ് 1 സ്ക്വയർ പ്ലസ് 2 സ്ക്വയർ which is equal to 1 plus 1 plus 4 അല്ലെ? എത്ര കിട്ടുക? റൂട്ട് നമുക്ക് 6 എന്ന് കിട്ടുന്നുണ്ടായിരിക്കും. ശരിയല്ലേ? അപ്പൊ അങ്ങനെയാണെങ്കിൽ എ ക്യാപ് യൂണിറ്റ് വെക്ടർ എന്താ വരുന്നുണ്ടായിരിക്കുക? തന്നിരിക്കുന്ന വെക്ടർ ഓക്കെ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ് എന്താ വരിക? റൂട്ട് 6. നമുക്കിനി സ്പ്ലിറ്റ് ചെയ്ത് എഴുതാം കേട്ടോ. അപ്പോ ഐ ക്യാപ് ബൈ റൂട്ട് 6 പ്ലസ് ജെ ക്യാപ് ബൈ റൂട്ട് 6 പ്ലസ് 2 ഇൻറ്റു കെ ക്യാപ് ബൈ റൂട്ട് 6. ഇതാണ് കറസ്പോണ്ടിങ് ആയിട്ടുള്ള യൂണിറ്റ് വെക്ടർ. ഓക്കെ, ക്ലിയർ ആയെന്ന് വിചാരിക്കണോ? ഇനി അടുത്തേക്ക് മൂവ് ചെയ്യാണ്. അടുത്ത ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് ദ യൂണിറ്റ് വെക്ടർ. യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കുക ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ വെക്ടേഴ്സ് പി ക്യൂ അല്ലെ? where P and Q are the points 1, 2, 3, 4, 5, 6 respectively. അതേപോലെ നമ്മൾ നേരത്തെ പഠിച്ചല്ലോ, നമ്മൾ വെക്ടർ ജോയിനിങ് 2 പോയിന്റ്സ് എന്ന കോൺസെപ്റ്റ് നമ്മൾ പഠിച്ചില്ലേ അല്ലേ? തന്നിരിക്കുന്ന പോയിന്റ്സ് ഏതൊക്കെയാണ്? P എന്ന് പറഞ്ഞ പോയിന്റ് അത് ഏതാണ്? 1, 2, 3. Q എന്ന് പറഞ്ഞ പോയിന്റ് ഏതാണ്? 4, 5, 6. ഇനി നമുക്ക് x1, y1, z1 എന്നും ഈ പോയിന്റ്സിനെ x2, y2, z2 എന്നും എടുക്കാം. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പി ക്യൂ എന്ന് പറയുന്ന പോയിന്റ്സിൽ ജോയിൻ ചെയ്യുന്ന വെക്ടർ എങ്ങനെ കണ്ടുപിടിക്കുന്നുണ്ടായിരിക്കുക? നമ്മൾ പഠിച്ചുല്ലോ, x2 മൈനസ് x1i പ്ലസ് y2 മൈനസ് y1j പ്ലസ് z2 മൈനസ് z1k ക്യാപ്. ശരിയല്ലേ? അപ്പൊ പി ക്യൂ എന്ന് പറയുന്ന വെക്ടർ നമുക്ക് ഇവിടെ നിന്ന് കിട്ടും. എന്താ കിട്ടുക? x2 മൈനസ് x1. x2 എത്രയാ? 4. x1 എത്രയാ? 1 പ്ലസ് y2 എന്ന് പറയുമ്പോൾ 5 മൈനസ് 2j ക്യാപ് പ്ലസ് z2 എന്ന് പറയുമ്പോൾ 6 മൈനസ് 3k ക്യാപ്. ഓക്കെ, സോ വിച്ച് ഇസ് ഈക്വൽ ടു 4 മൈനസ് 1 മീൻസ് 3i ക്യാപ് പ്ലസ് 3j ക്യാപ് പ്ലസ് 3k ക്യാപ് ആയിരിക്കും എന്ത്? പി ക്യൂ എന്ന് പറയുന്ന വെക്ടർ. ഓക്കെ, നമുക്ക് എന്താ കണ്ടുപിടിക്കേണ്ടത്? പി ക്യൂ വെക്ടർ കാണാൻ മാത്രമല്ല കേട്ടോ, അതിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള എന്ത് കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട്? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിക്കാൻ പറഞ്ഞിട്ടുണ്ട് അല്ലെ? അപ്പൊ എങ്ങനെ കണ്ടുപിടിക്കുക യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്നത്? പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടറിന്റെ ക്യാപ്പ് കണ്ടുപിടിക്കണം അല്ലെ? നമ്മൾ എങ്ങനെ കണ്ടുപിടിക്കേണ്ടായിരിക്കുക? ആ പി ക്യൂ എന്ന് പറഞ്ഞ വെക്ടർ ഡിവൈഡഡ് ബൈ അതിന്റെ മാഗ്നിറ്റ്യൂഡ്. ക്ലിയർ അല്ലേ? ഓക്കെ, അപ്പൊ വിച്ച് ഇസ് ഈക്വൽസ് ടു ഇവിടെ നോക്കിക്കോളൂ, 3i പ്ലസ് 3j പ്ലസ് 3k ക്യാപ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് എന്താ വരിക? 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ പ്ലസ് 3 സ്ക്വയർ വിച്ച് ഇസ് ഈക്വൽസ് ടു 3i പ്ലസ് 3j പ്ലസ് 3k ക്യാപ് ഡിവൈഡ് ബൈ റൂട്ട് ഓഫ് 3 square is 9. Clear? Again 9 plus 9 plus 9 which is equals to 27. 3 square is 9. 3 square is again 9. 9 plus 9, 18. 18 plus 9 is 27. So I am going to write it as 3 by root 27i. Here root 27 I can write as 9 into 3. Right?
Okay, so I can again simplify like that. That is root 27, which is equals to root of 9 into 3. Means root 9 is 3 and again root 3. So 3 root 3. Root 27 I can written as 3 root 3. Right. So I am going to write here it as 3i by 3 root 3. Then again 3j by 3 root 3. 3k by 3 root 3. Here I can cancel 3. Clear? In numerator, denominator. So I will get I by root 3 or 1 by root 3i. Standard form I can write as 1 by root 3i plus 1 by root 3j plus 1 by root 3k cap. This represents the unit vector corresponding to the vector PQ. Clear? I know. Okay. Yes. ഇനി അടുത്ത ക്വസ്റ്റ്യൻ എന്ന് പറഞ്ഞാൽ അടുത്ത വേറൊരു മോഡൽ ഓഫ് ക്വസ്റ്റ്യൻ ആണ് കേട്ടോ. ഇതേപോലെ തന്നെ ഫൈൻഡ് എ വെക്റ്റർ in the direction of the vector 5i minus j plus 2k which has the magnitude 8 units. ഇതല്ല നമ്മുടെ ക്വസ്റ്റ്യൻ എന്താണ്? ഫൈൻഡ് എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദി വെക്റ്റർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താ കണ്ടുപിടിക്കേണ്ടത്? തൊട്ട് മുമ്പത്തെ ക്വസ്റ്റ്യൻ നമ്മൾ ചെയ്തതാ. എന്താണ്? യൂണിറ്റ് വെക്റ്റർ ആണ് കണ്ടുപിടിക്കേണ്ടത്. ഓക്കെ, എ വെക്റ്റർ ഇൻ ദ ഡയറക്ഷൻ ഓഫ് ദ ഗിവൺ വെക്റ്റർ കണ്ടുപിടിക്കാൻ പറഞ്ഞു കഴിഞ്ഞാൽ വി ഹാവ് ടു ഫൈൻഡ് ഇറ്റ്സ് യൂണിറ്റ് വെക്റ്റർ. ഓക്കെ, അപ്പൊ ഞാൻ തന്നിരിക്കുന്ന വെക്ടറിനെ ഞാൻ വെക്ടർ എന്ന് എടുക്കുകയാണ് കേട്ടോ. വിച്ച് ഇസ് ഈക്വൽ ടു 5i minus j plus 2k cap. ഓക്കെ, ഇതിന് യൂണിറ്റ് വെക്ടർ എങ്ങനെയാണ് കണ്ടുപിടിക്കുക? a cap is equals to the given vector 5i minus j plus 2k cap divided by its magnitude. Right, magnitude will be 5 square is 25 plus minus 1 square is 1 plus 2 square will be 4, right, which is equals to 5i by 30 root 30, right. 25 plus 1 is 26 plus 4 30 root 30 plus minus j by root 30 plus 2k cap by root 30. This is actually the unit vector corresponding to the given vector. But the question is, we have to find the vector in the direction of the given vector which has the magnitude 8 units. Clear? അതായത് ഇപ്പൊ നമുക്ക് ഇവിടെ തന്നിരിക്കുന്ന വെക്ടറിന്റെ നമ്മൾ എന്ത് കണ്ടുപിടിച്ചു? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു അല്ലെ. ആ യൂണിറ്റ് വെക്ടറിന്റെ മാഗ്നിറ്റ്യൂഡ് ഓൾവേസ് എന്തായിരിക്കും? 1 ആയിരിക്കില്ലേ? നമുക്ക് കണ്ടുപിടിക്കാൻ മാഗ്നിറ്റ്യൂഡ് 8 യൂണിറ്റ്സ് ആയിട്ടുള്ളതാ. അപ്പൊ എന്ത് ചെയ്താൽ മതി? സിംപ്ലി ഈ കിട്ടിയിട്ടുള്ള യൂണിറ്റ് വെക്ടറിനെ 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. എന്താണ്? സിംപ്ലി 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി. അപ്പൊ എന്താ വരിക? 8 into a cap which is equals to 8 into the given unit vector. Now, eight കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടുക 8 into 5 40 അല്ലേ? 40i by root 30. Then plus minus 1 into 8. So minus 8j by root 30 plus 2 into 8. Every term we have to multiply with the number 8, right? എല്ലാ ടേംസും നമുക്ക് 8 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യണം അല്ലേ? അപ്പൊ 8 into 2 എത്ര വരിക? 16. 16 cap by root 30. ഇതായിരിക്കും എന്ത്? തന്നിരിക്കുന്ന വെക്ടറിന്റെ ഡയറക്ഷനിലുള്ള യൂണിറ്റ് വെക്ടറിന് കറസ്പോണ്ടിങ് ആയിട്ടുള്ള മാഗ്നിറ്റ്യൂഡ് എത്ര വേണമെന്ന് പറഞ്ഞേ? 8 വേണമെന്നാ പറഞ്ഞത്. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു? യൂണിറ്റ് വെക്ടർ കണ്ടുപിടിച്ചു, ഇൻറ്റു നമ്മൾ എന്ത് ചെയ്തു? 8 ചെയ്തു. അപ്പൊ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ എന്താണ് ഫിസിക്കൽ ക്വാണ്ടിറ്റി, എന്താണ് വെക്ടർ എന്ന് നമ്മൾ ഡിഫൈൻ ചെയ്തു, ടൈപ്സ് ഓഫ് വെക്ടേഴ്സ് പഠിച്ചു അല്ലെ. അതേപോലെ തന്നെ എന്താണ് കൊളീനിയർ വെക്ടേഴ്സ്, നെഗറ്റീവ് ഓഫ് ദ വെക്ടർ, ഈക്വൽ വെക്ടർ, അതൊക്കെ ടൈപ്പ് ഓഫ് വെക്ടേഴ്സ് എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ നമ്മൾ ഡിസ്കസ് ചെയ്തു പോയി. അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ട് പൊസിഷൻ വെക്ടർ എന്ന് പറഞ്ഞ ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു ഇല്ലേ. അതിന്റെ കമ്പോണന്റ് ഫോം നമ്മൾ ഡിസ്കസ് ചെയ്തു. യൂണിറ്റ് വെക്ടർ എന്ന് പറയുന്ന ടോപ്പിക്ക് ഡിസ്കസ് ചെയ്തു. അതിന്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ സോൾവ് ചെയ്തു. ബാക്കിയുള്ള ടോപ്പിക്ക് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാം. താങ്ക്